ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, MS അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom കോർപ്പറേഷൻ തേർഡ് സെമസ്റ്ററിലെ മേജർ കോഴ്സായിട്ടുള്ള ബിസിനസ് റെഗുലേഷൻസിൻ്റെ മൊഡ്യൂൾ 1 ആണ്. എക്സാം ഓറിയൻറ്റഡ് വീഡിയോസ് ആണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആൻഡ് ഷെയർ ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് ഡീറ്റെയിൽഡായി ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബിസിനസ് റെഗുലേഷൻസ്, നമ്മൾ മെയിനായിട്ട് ഇതിൽ ബിസിനസ് ലോകളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. നമുക്ക് ഈ ഒരു സബ്ജക്റ്റ് ഫുള്ളി തിയറി പേപ്പറാണ്. സോ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെക്ഷൻസ് മുഖേന പഠിച്ചു വെക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെയേറെ വലുതാണ്. സോ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഇൻട്രൊഡക്ഷൻ ടു ലോ ഓഫ് കോൺട്രാക്ട്സ്. എന്താണ് ആദ്യം കോൺട്രാക്റ്റ് എന്ന് അറിയണം. എ കോൺട്രാക്ട് ഈസ് എൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സബിൾ ബൈ ലോ. ഏറ്റവും ബേസിക്സ് ആയിട്ട് അറിയേണ്ട ഒരു ഡെഫിനിഷനാണ് എന്താണ് കോൺട്രാക്റ്റ് എന്നുള്ളത്. സോ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സബിൾ ബൈ ലോ. സെക്ഷൻ 2H പ്രകാരം, സെക്ഷൻ 2 സബ്സെക്ഷൻ H പ്രകാരമാണ് ഈ ഒരു ഡെഫിനീഷന് വരുന്നത്. സോ ഇത് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ഡെഫിനീഷനാണ്. ദെൻ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872, ഇന്ത്യൻ കോൺട്രാക്റ്റ് ഗവൺമെൻറ് ബൈ ദ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് വന്നത് 1872ലാണ്. സോ ഇനി ഒരു കോൺട്രാക്റ്റിന് വേണ്ട എസെൻഷ്യൽസ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. ഈ എസെൻഷ്യൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് നിർബന്ധമായിട്ടും ലോ പഠിക്കുന്നൊരു കുട്ടി പഠിച്ചു വെക്കേണ്ടതാണ്. നമുക്ക് ഏതൊക്കെയാണ് എസെൻഷ്യൽസ് എന്ന് നോക്കാം. ഫസ്റ്റ് എസെൻഷ്യൽ ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്, ദെൻ ലോഫുൾ കൺസിഡറേഷൻ, കപ്പാസിറ്റി, ഫ്രീ കൺസെൻറ്റ്, ലോഫുൾ ഒബ്ജക്ട്സ് ആൻഡ് സർട്ടനിറ്റി. ഇത്രയും ഫാക്ടേഴ്സ് പോയിന്റ് വൈസ് ആയിട്ട് പഠിച്ചു വെക്കണം. എക്സ്പ്ലനേഷൻ നമ്മൾ തുടർ വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ദിസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് കോൺട്രാക്ട്സ്. ദെൻ എന്താണ് ഓഫർ എന്ന് നമുക്ക് നോക്കാം, അതിൻ്റെ മീനിങ്ങും ഡെഫിനിഷനും. An offer, a proposal by one person to another person, do or not do something. ഒരു പ്രപ്പോസലാണ് ഓഫർ എന്ന് പറഞ്ഞാൽ. ഒരു പ്രപ്പോസലാണ് ഒരു വ്യക്തി അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും കാര്യം ചെയ്തു കൊടുക്കാം, എന്തെങ്കിലും ഒരു കാര്യം കൊടുക്കാമെന്ന് പറഞ്ഞ് ഓഫർ ചെയ്യുന്ന ഒരു സെയിം പ്രോസസ്സ് ആണ് ഓഫർ എന്ന് പറയുന്നത്. എ പ്രപ്പോസൽ ബൈ വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ, ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് മറ്റൊരു പേഴ്സൺ എന്തെങ്കിലും കാര്യം ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. സോ ദാറ്റ് ഈസ് ഓഫർ. സെക്ഷൻ 2A പ്രകാരം പറയുന്നത് സിഗ്നിഫൈസ് വില്ലിങ്നെസ് ടു ഡു ഓർ അബ്സ്റ്റൈൻ വിത്ത് വ്യൂ ടു ഒബ്റ്റെയിൻ അസെൻറ്റ്. സോ ദീസ് ആർ ദ ഡെഫിനിഷൻ. ഈ ഡെഫിനിഷനും മീനിങ്ങും ഡിഫറെൻ്റ് ആണ്. ഡെഫിനിഷൻ നമ്മൾ സെക്ഷൻ മുഖേന പഠിച്ചിരിക്കേണ്ട ഒന്നാണ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എ എന്ന് പറഞ്ഞൊരു വ്യക്തി ആളുടെ പ്രോപ്പർട്ടി ബി എന്ന് പറഞ്ഞ വ്യക്തിക്ക് കൊടുക്കാമെന്ന് ഓഫർ ചെയ്യണം. ഒരു സെർട്ടൈൻ ടൈം പീരീഡിൽ ഒരു സെർട്ടൈൻ പ്രൈസിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നായിരിക്കാം. സോ നെക്സ്റ്റ് എസെൻഷ്യൽസ് ഓഫ് വാലിഡ് ഓഫർ. ഒരു ഓഫർ വാലിഡ് ആകണമെങ്കിൽ കുറച്ച് എസെൻഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്. എന്തൊക്കെയായിരിക്കാം ഒരു എസെൻഷ്യൽ ഫാക്ടേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഒരു ഓഫർ എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി ക്ലിയർ ആൻഡ് ഡിഫൈൻഡ്. ഓഫർ കൊടുക്കുന്ന വ്യക്തി ക്ലിയർ ആയിട്ട് ആ സർട്ടേൺ ടൈം പീരീഡൊക്കെ അവിടെ മെയിനായിട്ട് ഡിഫൈൻ ചെയ്ത് കാണിക്കണം. ദെൻ ഇൻറ്റൻറ്റഡ് ലീഗൽ റിലേഷൻസ്, അതൊരു ലോയുടെ ബേസ് ചെയ്തിട്ടായിരിക്കണം. ഇല്ലീഗൽ ആയിട്ടുള്ള ഒന്നും അവിടെ പാടില്ല. ക്യാൻ ബി ജനറൽ ഓർ സ്പെസിഫിക്. ഒരു ഓഫർ എന്ന് പറയുന്നത് ജനറൽ ആയിരിക്കാം അല്ലെങ്കിൽ സ്പെസിഫിക് ആയിരിക്കാം. നോട്ട് മിയർ എക്സ്പ്രഷൻ, മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. നോ ടേംസ് ഇംപ്ലോയിങ് സൈലൻസ് ഹാസ് ആക്സെപ്റ്റൻസ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു വാലിഡ് ഓഫറിൽ വരുന്ന മെയിൻ എസെൻഷ്യൽസ്. ലോയുടെ കാപ്പബിലിറ്റി ഉണ്ടായിരിക്കണം, അത് സ്പെസിഫിക്കോ ജനറലോ ആയിരിക്കാം. ലീഗൽ റിലേഷൻസ് ഉണ്ടായിട്ടായിരിക്കണം. അതേപോലെ തന്നെ സൈലൻസ് ആസ് എൻ ആക്സെപ്റ്റൻസ് ആയിട്ട് ഒരിക്കലും നമുക്ക് കൺവേ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആക്സെപ്റ്റൻസ് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. സോ ഇത്രയും കാര്യങ്ങളാണ് എസെൻഷ്യൽസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഓഫർ. എക്സ്പ്രസ് ഓഫർ ഉണ്ട്, ഇംപ്ലൈഡ് ഓഫർ ഉണ്ട്. എക്സ്പ്രസ് ആൻഡ് ഇംപ്ലൈഡ് ഓഫർ എന്ന് പറഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ബി റിട്ടൺ ഓർ സ്പോക്കൺ. ഓഫർ എന്ന് പറയുന്നത് നമുക്കൊരു എഴുതപ്പെട്ടിട്ടോ അല്ലെങ്കിൽ സ്പോക്കൺ വേർഡ്സ് മുഖേനയോ ആയിരിക്കാം. ജനറൽ ഓഫർ ആയിരിക്കാം. ദെൻ സ്പെസിഫിക്, ഒരു ടൈം പീരീഡ് മെൻഷൻ ചെയ്ത് പറയുന്നതായിരിക്കാം സ്പെസിഫിക് ഓഫർ ആയിരിക്കാം. ക്രോസ് ഓഫർ,
എ എന്ന് പറഞ്ഞ വ്യക്തി ബിക്ക് ഓഫർ കൊടുക്കുക, ബി എന്ന് പറഞ്ഞ വ്യക്തി അറ്റ് ദ സെയിം ടൈം സബ്സിക്വൻ്റ്ലി ആയിട്ട് ഓഫേഴ്സ് അവിടെ കൺസിഡർ ചെയ്യുക. കൗണ്ടർ ഓഫർ ആൻഡ് സ്റ്റാൻഡിങ് ഓഫർ, ഇത്രയും ടൈപ്സ് ഓഫ് ഓഫേഴ്സ് ആണുള്ളത്. നിങ്ങളൊരു 5 ടൈപ്പെങ്കിലും മെയിനായിട്ട് എക്സാമിൽ പാസ്സാകേണ്ട ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിച്ചു വെക്കണം. നെക്സ്റ്റ്, ആക്സെപ്റ്റൻസ്. എന്താണ് ആക്സെപ്റ്റൻസ്? നമ്മൾ കോൺട്രാക്റ്റിലെ രണ്ടാമത്തെ എലമെൻ്റ് ആണല്ലേ ആക്സെപ്റ്റൻസ്. ഫസ്റ്റ് ഓഫർ ആയിരുന്നു, ഫസ്റ്റത്തത് ഓഫർ. നമ്മൾ ഇത് ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ടുള്ളതാണ് ഈ ഒരു മൊഡ്യൂളിൽ പറഞ്ഞു പോകുന്നത്. സോ നിങ്ങൾക്കൊരു എക്സാമിൽ നിങ്ങളുടെ പാസ്സാക്കാനുള്ള എല്ലാ ഗൈഡൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ആക്സെപ്റ്റൻസ്, രണ്ടാമത്തതായിരുന്നു ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. ആക്സെപ്റ്റൻസ് സെക്ഷൻ 2B പ്രകാരമാണ് ആക്സെപ്റ്റൻസിൻ്റെ ഡെഫിനിഷൻ. സെക്ഷൻ 2B, acceptance is assent by the offeree to the offerer, converts offer into agreements. സോ ഇതാണ് ഒരു ആക്സെപ്റ്റൻസിൻ്റെ മെയിനായിട്ട് വരുന്നൊരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ്, എസെൻഷ്യൽസ്. നേരത്തെ നമ്മൾ ഓഫറിൻ്റെ പഠിച്ച പോലെ തന്നെ എസെൻഷ്യൽ എലമെൻറ്റ്സ്, ഒരു വാലിഡ് ആക്സെപ്റ്റൻസിൻ്റെ എസെൻഷ്യൽ ആയിട്ട് വരുന്ന മെയിൻ ഘടകങ്ങൾ, മെയിൻ പോയിന്റ്. ഇറ്റ് മസ്റ്റ് ബി ആബ്സല്യൂട്ട് ഓർ അൺകണ്ടീഷണൽ. ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് ആബ്സല്യൂട്ട് ആയിരിക്കാം അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ആയിരിക്കാം. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇറ്റ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ്. ഇപ്പോൾ ഓഫറിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ പ്രോമിസിയുമായിട്ട് നമുക്കറിയാം. ഓഫററും ഉണ്ടായിരിക്കാം, ഓഫറിയും ഉണ്ടായിരിക്കാം. അറ്റ് ദ സെയിം ടൈം ഇവിടെ പ്രോമിസർ ആൻഡ് പ്രോമിസി ഉണ്ടായിരിക്കാം. സോ അവർ തമ്മിൽ എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടായിരിക്കണം. ഒരു പ്രിസ്ക്രൈബ്ഡ് ടൈം പീരീഡ് ഒരു പ്രിസ്ക്രൈബ്ഡ് മാനറിലായിരിക്കണം ആ ഒരു അക്സെപ്റ്റൻസ് പ്രോസസ്സ് അവിടെ നടക്കേണ്ടത്. അത് ടൈംലി ആയിരിക്കണം. ദെൻ അതേപോലെ തന്നെ സൈലൻസ് ഇസ് നോട്ട് ആക്സെപ്റ്റൻസ്. സൈലൻസിന് ഒരിക്കലും നമ്മൾ ആക്സെപ്റ്റൻസ് ആയിട്ട് അവിടെ കണക്കാക്കില്ല. സോ ഇത്രയും വാലിഡ് ആയിട്ടുള്ള ഒരു എലമെൻസുകൾ ആക്സെപ്റ്റൻസിൻ്റെ നോക്കി വയ്ക്കേണ്ടതാണ്. നെക്സ്റ്റ്, കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്. കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസിൻ്റെ അടിയിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ്. ഓഫറിൽ നമുക്കറിയാം കറക്റ്റായിട്ട് ഓഫർ കൊടുക്കുന്ന ആൾ ആ ഒരു ഓഫറിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലേ. ഇന്ന പ്രോപ്പർട്ടി ഇത്ര പീരീഡിൽ ഇത്ര പ്രൈസിൽ ഇങ്ങനെയൊക്കെ കണ്ടീഷൻസ് മുഖേന നമ്മൾ എന്ത് ചെയ്യണം, അവിടെ കംപ്ലീറ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഒരു ഓഫർ അവിടെ പൂർണ്ണമാവുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻവിറ്റേഷൻ എന്ന് പറയുന്നത് നോട്ട് ആൻ ഓഫർ. നമ്മൾ മെയിനായിട്ട് അറിഞ്ഞു വയ്ക്കേണ്ട ഒരു കാര്യം ഇൻവിറ്റേഷൻ ആയിരിക്കും. ഇൻവിറ്റേഷൻ ഇസ് നോട്ട് ആൻ ഓഫർ. നെക്സ്റ്റ്, ആക്സെപ്റ്ററിൻ്റെ കേസിൽ എഗെയിൻസ്റ്റ് പ്രപ്പോസർ, എഗെയിൻസ്റ്റ് ആക്സെപ്റ്റർ, ഈ രണ്ട് കാര്യങ്ങളും. എഗെയിൻസ്റ്റ് പ്രപ്പോസർ ആണെങ്കിൽ വെൻ ഡിസ്പാച്ചഡ്, ദെൻ എഗെയിൻസ്റ്റ് ആക്സെപ്റ്റർ, ആക്സെപ്റ്റർക്ക് എഗ്രി ആണെങ്കിൽ വെൻ റിസീവഡ്. സോ ഇതാണ് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ട് അറിയേണ്ടത്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറിഞ്ഞു വെച്ചാൽ മതിയാവും എങ്ങനെയാണെന്നുള്ളത് മാത്രം. മെയിനായിട്ട് ഓഫർ നിങ്ങൾ അറിഞ്ഞു വയ്ക്കുക. ഓഫറിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഓഫറിക്ക് കൃത്യമായിട്ട് ക്ലിയർ ആയിരിക്കണം എന്നുള്ളത്. സോ റിവോക്കേഷൻ ഓഫ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് എങ്ങനെയായിരിക്കാം അതൊരു റിവോക്കേറ്റ് ആകുന്നത്? ഇറ്റ് മേ ബി ഒന്നെങ്കിൽ ആ ഒരു ടൈം പീരീഡ് കഴിയുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ഓഫറുടെ ഡെത്ത് മുഖേനയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫെയിലിയേഴ്സ് സംഭവിക്കുന്ന മൂലമൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, നമ്മുടെ ഓഫർ അല്ലെങ്കിൽ ആക്സെപ്റ്റൻസ് അവിടെ റിവോക്ക് ചെയ്യുക, അവിടെ നിരാകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. സോ ഓഫർ ക്യാൻ ബി റിവോക്ക്ഡ് ബിഫോർ ആക്സെപ്റ്റൻസ്. Acceptance can be revoked before it reaches proposer. So these are the four types of the modes for revocation of an offer: communication, lapse of time, death, or death ആവണമെന്നില്ലെങ്കിൽ ഇൻസോൾവൻസി ആയിരിക്കാം, death, condition of failures. ഇത്രയും മൂലം ഒരു ഓഫർ ആക്സെപ്റ്റൻസ് അവിടെ ഇല്ലാതായി പോവുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ലാൻഡ്മാർക്ക് കേസ് ലോസ്. ജസ്റ്റ് നിങ്ങൾക്ക് ഇതൊന്ന് ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. കുറച്ച് കേസുകൾ, ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള കേസുകളാണ് ഇതെന്ന് പറയുന്നത്. ജസ്റ്റ് നമുക്ക് എക്സാമിന് ജസ്റ്റ് ചോദിച്ചാൽ ഈ ഒരു 3 കേസുകൾ അവിടെ എഴുതി വെക്കാൻ വേണ്ടി പറ്റും. സോ നെക്സ്റ്റ് നമുക്കൊരു സമ്മറി നോക്കാം. ഇപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നൊരു സമ്മറി, നമ്മൾ ഓഫറും ആക്സെപ്റ്റൻസും എന്താണെന്ന് നോക്കിയല്ലേ. നമ്മുടെ കോൺട്രാക്റ്റിൻ്റെ ഒരു കോർ എലമെൻ്റ് ആണ് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് പറയുന്നത്. എൻഫോഴ്സബിലിറ്റി ബൈ എഗ്രിമെൻ്റ് ആണ് നമ്മുടെ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. സോ അതിന് 2 കീ ആയിട്ടുള്ള എലമെൻ്റ് ആണ് ഓഫറും ആക്സെപ്റ്റൻസും. നമ്മൾ ആ ഒരു ഓഫർ ആക്സെപ്റ്റൻസ് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി ക്ലിയർ ആയിരിക്കണം, കമ്മ്യൂണിക്കേറ്റഡ് ആയിരിക്കണം ആൻഡ് ലീഗൽ ആയിരിക്കണം. സോ ഇനി റിവോക്കേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലേ, റൂൾസ് അപ്ലൈ ബിഫോർ കംപ്ലീഷന് മുന്നേ ആയിരിക്കണം. സോ നമ്മൾ ആ കുറച്ച് കേസസുകൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു എക്സ്പ്ലനേഷൻസ് സഹിതം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു.
സോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ചെറിയ ഷോർട്ടായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വീഡിയോസ് നമ്മളുടൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തതായിരിക്കാം. സോ ചാനൽ ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക. താങ്ക് യു.